രവീന്ദ്ര നീ എവിടെ ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. ഈ സിനിമയുടെ ഇൻ്റർവ്യൂ വഴി ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധ നേടുകയാണ്. കാരണം ധ്യാൻ ഈ സിനിമയിലുണ്ട്. അദ്ദേഹം വന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഈ സിനിമയെ പറ്റി ആൾക്കാർ അറിഞ്ഞതാണ്. അപ്പം ധ്യാൻ അല്ല പക്ഷേ സിനിമയിൽ രവീന്ദ്രൻ എന്ന നായകനായിട്ട് അഭിനയിക്കുന്നത്. അത് അനൂപ് മേനോനാണ്. അനൂപ് മേനോനാണ് പ്രൊട്ടാഗോണിസ്റ്റ്. കൂടാതെ ധ്യാനുണ്ട്. ഷീലു അബ്രഹാം ആണ് നായികയായിട്ട് അനൂപ് മേനോൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഒരു അത്യാവശ്യം വലിയ കാസ്റ്റാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. സുരേഷ് കൃഷ്ണ, അതുപോലെ തന്നെ സജിൻ ചെറുകയിൽ, അസീസ് നെടുമങ്ങാട്, സെന്തിൽ, കുറേ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. മേജർ രവി. പക്ഷേ എന്താ പറയുക, ഇവരെല്ലാം കൊണ്ട് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ട് വേസ്റ്റ് ചെയ്തൊരു സിനിമയായിട്ടാണ് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. ഇതാണ് സിനിമ, ഒരു പ്രോപ്പർ ഗാർബേജ്. അതാണ് സിനിമ. വേസ്റ്റ് പോലും അല്ല, നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഗാർബേജാണ് ഈ സിനിമ. ഹാർഡ്ലി 1 or 2 ലാഫ് അത്ര ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയുള്ളൂ. 1-2 സ്ഥലത്ത് ചിരിച്ചു. അതിലല്ലാതെ വേറെ ഒരു സാധനം, വേറെ ഒരു ഇമോഷനോ ഒന്നും കിട്ടിയില്ല. 6 ബോറൻ കഥ. അതിനെ എത്ര മോശമായിട്ട് മേക്ക് ചെയ്യാവുമെന്ന് ഉള്ളതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉദാഹരണമാണ് ഈ സിനിമ. കഥയെ കൂറ, അതിൻ്റെ കൂടെ മേക്കിങ് പരക്കൂറ, ഒന്നിനും കൊള്ളത്തില്ലാത്ത പരിപാടി. പെർഫോമൻസ് വരെ മോശം. ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് പോലും ഇവരുടെയൊക്കെ പെർഫോമൻസ് വരെ മോശം. കാരണം എന്താ വെച്ചാൽ ഒരു ബേസ് ഇല്ലാതെ ഇവർ വന്ന് എന്ത് പെർഫോം ചെയ്യാനാ? ഒന്നെങ്കിൽ സ്ക്രിപ്റ്റ് വേണം ഇവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞു കൊടുക്കണം. അപ്പം ഇത് രണ്ടും, സ്ക്രിപ്റ്റ് വീക്ക്, നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ അറിയാം. ഡയറക്ഷൻ അതിലും വീക്ക്. അപ്പോൾ പിന്നെ അവർ പെട്ടു. ആരും നന്നായിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് പക്ഷെ എടുത്തു പറയണമെന്നുള്ളത് ഷീലു എബ്രഹാമിൻ്റെ കാര്യമാണ്. പുള്ളിക്കാരി ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരുടെ ഇതിന് മുൻപത്തെ പ്രകടനം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരി ഫാർ ബെറ്റർ ആയിട്ടുണ്ട്, പുള്ളിക്കാരുടെ റേഞ്ച് നോക്കുമ്പോൾ. അല്ലാതല്ല. അപ്പോൾ അത് എടുത്ത് പറയണം, അതൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അതിൻ്റെ റൈറ്റർ കൃഷ്ണ പൂജപ്പുര. വേറെ ഏതൊക്കെയോ സിനിമ എഴുതിയിട്ടുണ്ട്. ഈ പേര് ഫെമിലിയർ ആണ്, കറക്റ്റ് ഏതൊക്കെയാണെന്ന് മറന്നുപോയി. എങ്കിലും അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു സേക്ക് ഓഫ് ഡൂയിങ് സിനിമ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഒരു ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ നോക്കൂ. ഒരു കാര്യം, ഇതിൻ്റെ ഹോട്ടൽ തൊട്ട് ഫ്ലാറ്റ് എല്ലാം ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെ സ്വന്തമാണ്. 5 പൈസ ചിലവില്ലാതെ ധ്യാനും അനൂപ് മേനോനും ഉള്ള പൈസ മാത്രമാണ് ഇതിനാകെ ചിലവ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ പിന്നെ ഡെയിലി റെൻറ്റിൽ പോകുന്ന കാര്യങ്ങളാണ്. അത്രയ്ക്കും തട്ടിക്കൂട്ട് സിനിമ ഇത്. ഞാൻ ആദ്യം വിചാരിച്ച ട്രെയിലർ കണ്ടപ്പോഴാണ് സെറ്റപ്പ് മനസ്സിലായി. ഞാൻ അന്ന് വിചാരിച്ചത് OTT ആ സമയത്ത് 2020-21 ചെയ്തതാണ്. പക്ഷെ അല്ല, ഇതിനിടയ്ക്ക് പോസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. 2023 അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ്റെ പോസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം റിലീസായി, 24 റിലീസായതിൻ്റെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത സിനിമയാണ്. 1.5 വർഷമേ ആയുള്ളൂ. എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ. നമ്മൾ 2020 വീട്ടിലെല്ലാവരും ഇരുന്നപ്പോൾ കോവിഡ് ടൈമിൽ ചെയ്ത പടത്തിൻ്റെ ക്വാളിറ്റി ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കറൻ്റ്ലി ഒരു സീരിയലിന് അതിലും ക്വാളിറ്റി ഉണ്ട്. അപ്പം കംപ്ലീറ്റ്ലി നിരാശ സമ്മാനിച്ച സിനിമയാണ്. ആ 1-2 ചിരിക്ക് വേണ്ടി മാത്രം 1 മാർക്ക് കൊടുക്കാം നമുക്ക് 5-ൽ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1 out of 5 ആണ്.